ഞാൻ ആ പടത്തിൽ ഞാനും ഇന്നസെൻ്റ് ചേട്ടനും അമ്പിളിച്ചേട്ടനുമാണ്. ഞാനെല്ലാ സീൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോരാൻ നേരത്തെ അപ്പം അമ്പിളിച്ചേട്ടൻ എന്നെ കഴിഞ്ഞ് അപ്പം പോവാ. ഞാൻ താഴെ നിൽക്കുമ്പോൾ അമ്പിളിച്ചേട്ടൻ എടുത്താൽ 2 കൈയും കൂടെ തലയിൽ വെച്ചിട്ട് നന്നായി വരും എന്നും പറഞ്ഞ് അപ്പം അതിങ്ങനെ എന്നെ പ്ലസ് ചെയ്ത് അമ്പിളിച്ചേട്ടൻ. 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുകയും പിന്നീട് അദ്ദേഹം ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ഭർത്താക്കന്മാർ തിരുമേലില്ല, കുറവാണ്. എല്ലാവരും പോയി മാറ്റുന്ന ഭർത്താക്കന്മാരില്ല. അല്ല പിന്നെ ബജീഷിനൊക്കെ പിടിച്ചോണ്ട് വരണം വീണ്ടും. അല്ലെങ്കിൽ ദിലീപിൻ്റെ അമ്മയായിട്ടാണ്, അല്ല ചാക്കോച്ചൻ്റെ അമ്മയായിട്ടാണ്. ആ മക്കളെ നല്ലതല്ല, നന്നായിട്ട് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവായിട്ട് അറിയാനുണ്ടോ? ആരുമില്ല. ജിയോ ഈശ്വരാ നന്ദി. വാഴക്കൊലയും കൊണ്ട് വന്നിട്ട് അടിച്ച് നേരത്തെ കിടന്നോണ പൊന്നമ്മേ. ഒറിജിനൽ അടിയാ? ശരിക്കും ഒറിജിനൽ കൊടുത്തോണോ? അടിച്ചു പോയി. കട്ട് പറഞ്ഞു. അപ്പച്ചനെ ചാടിയേറ്റി. ഞാൻ പറഞ്ഞു അമ്പിളിച്ചേട്ടാ സോറി. അമ്പിളിച്ചേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ നമസ്കരിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ എൻ്റെ കാഴ്ച ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞാൻ സെൻറ്റിമെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് എന്നെ എല്ലാവരും പറയായിരുന്നു ഞാൻ കബീർ പൊന്നമ്മയ്ക്ക് ശേഷം മറ്റൊരു പൊന്നമ്മ എന്നൊക്കെ. എനിക്ക് എൻ്റെ പേര് കിട്ടുന്നില്ല. ഹ്യൂമറിലൂടെ ഞാൻ എൻ്റെ പൊന്നമ്മ ബാബു എന്നുള്ള പേര് ഞാൻ പിടിച്ചെടുത്തു. അറിയില്ലേ ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്താ പറയുക, ഒറ്റ ഡയലോഗാണത്. ഒറ്റ അടിവെച്ച് കൊടുക്കും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷി സാർ എന്നെ വിളിച്ചത് അപ്പടത്തിൽ നേരിട്ട്. ഞാൻ ചോദിച്ചു, മകനെ എന്താണ് അമ്മയൊക്കെ പറഞ്ഞു പോയോ? ഇല്ല ചേച്ചിക്ക് പറ്റിയ വേഷം വന്നാൽ ഞാൻ തീർച്ചയായും വിളിക്കും. പൊന്നമ്മ ബാബു. പൊന്നമ്മ ചേച്ചി സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ ഓണ സമയമാണ്. ഹാപ്പി ഓണം. അതെ, സെയിം ടു. താങ്ക് യു. ഓണം ഇവിടെ ആയിരിക്കുമോ ഓസ്ട്രേലിയയിലായിരിക്കുമോ? അല്ല, ഇവിടെയാ. ഇവിടെ തന്നെ ആയിരിക്കും. മക്കളെല്ലാവരും ഇങ്ങോട്ട് വരും? അതേപോലെ എങ്ങനെയാണ്? അങ്ങനെയില്ല, മക്കളൊക്കെ ഓണം ആകുമ്പോഴല്ല, അവരെല്ലാവരും ഒരുമിച്ച് അവരുടെ ലീവ് എല്ലാവരും നോക്കി നേരത്തെ തന്നെ ഒരു പ്ലാൻ ചെയ്യും എല്ലാവരും കൂടെ. എന്നിട്ട് ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ ഡിസംബർ വരുമ്പോൾ ന്യൂ ഇയർ കവർ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവർ വരിക. അങ്ങനെ വരത്തുള്ളൂ. അല്ലാതെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണം എൻ്റെ മക്കൾ വരുന്നുണ്ട്, മമ്മി എവിടെയാണ്? അവിടെ മമ്മി ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. പിന്നെ പിള്ളേർ വരുമ്പോൾ ഞങ്ങൾ ഓണം വയ്ക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഓണം ഉണ്ടേ. മക്കൾ വരുമ്പോഴാണ് നമ്മുടെ സെലിബ്രേഷൻ. തീർച്ചയായും. ഈ ഇപ്പം വീട്ടിലിപ്പം നമ്മൾ സിനിമ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയം, ഫ്രീ സമയം, ഇപ്പം എല്ലാ ദിവസവും നമുക്ക് ഷൂട്ട് ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഞാനത് ചോദിക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫോൺ ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ എണീക്കുമ്പോൾ 11 മണിയാകും കേട്ടോ, അതിന് ശേഷം വയ്ക്കാവുള്ളൂ. താമസിച്ച് കിടന്ന് താമസിച്ച് എഴുന്നേൽക്കുന്ന കൂട്ടത്തിലാണ്. എങ്ങനെയാണ് ദിനചര്യകൾ? എങ്ങനെയാണ്? ഷൂട്ടിംഗ് ഉള്ള സമയമാണ് എന്നോട് ചേച്ചി 8 മണിക്ക് സെറ്റിൽ വരണമെന്ന് പറഞ്ഞാൽ 8-ന്റെ 5 മിനിറ്റോളം ഞാൻ സെറ്റിലെത്തും. പോകുന്ന സമയമാണെങ്കിൽ ഇപ്പോൾ പോകുന്ന സമയം സിനിമ ഷൂട്ട് കഴിഞ്ഞല്ലേ പോരാൻ പറ്റുള്ളൂ. ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ ലേറ്റായിട്ടാണ് കിടക്കുക. 12-1 മണിയൊക്കെ ആവും കിടക്കുമ്പോൾ. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 10-11 പണി കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോഴാണ് എൻജോയ് ചെയ്ത് കിടന്നങ്ങ് ഉറങ്ങി, റിലാക്സ് ആയിട്ട് ഉറങ്ങി താമസിച്ചൊക്കെ. ഒരു 6-7 മണിക്ക് ഷൂട്ടിങ്ങിൻ്റെ എഴുന്നേറ്റതിന് ക്ഷീണം നമുക്കുണ്ട്, എഴുന്നേൽക്കും നമുക്ക്. അപ്പോൾ ഒരു ഷൂട്ടിങ്ങില്ലല്ലോ, കുറച്ചിലൊക്കെ കിടക്കാം. നേരത്തെ എഴുന്നേറ്റും വലിയ കാര്യമൊന്നുമില്ല. ശരി, വീണ്ടും കിടന്ന് പറയും. ആ ഒരു ഉറക്കം എനിക്ക് നല്ല സുഖമാണ്. ഒരു 11 മണിയാകുമ്പോൾ പതുക്കെ 11 കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് വിളി തുടങ്ങും. ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എന്താ എഴുന്നേക്കാത്ത എന്നുള്ള രീതിയിൽ വരും, പെട്ടെന്ന് തന്നെ വിളി വരും. അങ്ങനെ എഴുന്നേറ്റ് എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്കപ്പ്. പിന്നെ ഹസ്ബൻഡാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ പപ്പയാണെങ്കിൽ പപ്പ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കും. രാവിലെ ആണെങ്കിൽ എന്താണ് പുട്ടും കടലയും പപ്പട ഉണ്ടാക്കി വെക്കും. ഞാൻ വരുമ്പോൾ എല്ലാം സെറ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെക്കേണ്ട കറികളായിരിക്കും. അപ്പം ചോറ് വരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തെ ഞാനങ്ങ് ഏറ്റെടുക്കും. അപ്പോൾ ഫിഷ് എടുത്ത് മീൻ കറി വയ്ക്കും. ഇച്ചിരി കറികൾ മിക്കവാറും ഞങ്ങൾക്കിപ്പോൾ വെച്ച ഒരു 4 ദിവസത്തേക്കുണ്ട്. ഈ നോൺ മസ്റ്റാണോ? അയ്യോ മസ്റ്റാ. ഇച്ചിരി മീനില്ലാതെ പറ്റത്തില്ല. മീനില്ലാതെ കഴിക്കാത്ത മലയാളികളാണ്. അങ്ങനെ ഞാൻ എടുക്കുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ചിലപ്പോൾ എടുക്കാറില്ല. കാരണം എൻ്റെ ചിലപ്പോൾ നോമ്പെടുക്കുമ്പോൾ മീൻ 8 ദിവസം നോയമ്പ് അങ്ങനെയല്ല, അങ്ങനെ നോമ്പ് നമ്മൾ പിടിക്കില്ല ആ സമയത്ത് മാത്രം. പക്ഷെ ആ സമയത്ത് മാത്രം പച്ചക്കറി മാത്രം കഴിക്കുമ്പോൾ പച്ചക്കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. മീനുള്ളപ്പോൾ പച്ചക്കറിയുടെ കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാറില്ല. മീനല്ലേ പിന്നെ നിൽക്കുന്നത്. മീനില്ലയോ ഈ പച്ചക്കറിക്കൊക്കെ ഈ അച്ചിങ്ങ, ഈ വെണ്ടയ്ക്ക, ഈ കോവയ്ക്ക, ഈ പാവയ്ക്ക ഇത്ര ടേസ്റ്റ് ഉണ്ടല്ലോ മെഴുക്കുവരട്ടി എന്നൊക്കെ വിചാരിക്കും. നല്ല ടേസ്റ്റാ. ഇപ്പോ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന, വളരെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന വ്യക്തി, എല്ലാ ഡിഷസും ഉണ്ടാക്കുന്ന ആളാണ്. ഞങ്ങളുടെ വീട്ടിലെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും അങ്ങനെ ഒരു പുറത്തു പോയി
എല്ലാവരോടും പോയി ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോയി പുറത്ത് ഫുഡ് കഴിക്കൽ കുറവാണ്. അതുകൊണ്ട് എറണാകുളത്തൊക്കെ ഏതാ നല്ല ഫുഡ് കഴിക്കാൻ ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ മക്കൾ ചിലപ്പോൾ എല്ലാവരോടും പറയും മമ്മി നമുക്കൊന്ന് പുറത്ത് പോകാം, ഒന്ന് നമുക്കെല്ലാം കൂടെ പുറത്തിറങ്ങി. വല്ലപ്പോഴും അങ്ങനെ ഇറങ്ങാറുണ്ട്. ഇറങ്ങുമ്പോൾ അങ്ങനെ എല്ലാ ഹോട്ടൽസ് വല്ലപ്പോഴും അങ്ങനെ കയറുന്നല്ലാതെ ഞങ്ങൾ കൂടുതലും ഞങ്ങളെല്ലാവരും വന്ന് ഞങ്ങൾ വീട്ടിൽ പപ്പ ചൈനീസൊക്കെ അസാധ്യമായിട്ട് ചെയ്യും. നല്ല സൂപ്പ് മുതൽ അങ്ങ് തുടങ്ങും. പിള്ളേർക്ക് എന്താ വേണ്ടത് ഐറ്റം തലേദിവസം പറയും. സൂപ്പ്, ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, അല്ലെങ്കിൽ എന്താ വേണ്ടത്. ഈ നാടനാണോ പെപ്പർ ഡക്ക്, ഫിഷ്, അതുപോലെ തന്നെ നാടൻ്റെ ഏതൊക്കെ കപ്പ ബിരിയാണി എന്ത് വേണം അത് ഞാനിവിടെ സെക്ഷൻ ഉണ്ടാക്കും. പോർക്ക് അല്ലെങ്കിൽ നമ്മുടെ നല്ല ബീഫ് എല്ലാം നമ്മൾ തന്നെ വീട്ടിലെല്ലാം തന്നെ എല്ലാം നല്ല പക്കയായിട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാറില്ല, കുറവാണ്. എല്ലാം വീട്ടിൽ തന്നെ കിട്ടും. എനിക്ക് തോന്നുന്നു അദ്ദേഹവും നാടക ഇതിൽ നിന്ന് തന്നെയാണ്, ചേച്ചിയും അങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത് അല്ലേ? അതെ 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 അതെ. ആ ട്രൂപ്പിന്റെ പേര് അന്ന് സുരഭില തിയേറ്റേഴ്സ് എന്ന് പറയും. ഏറ്റുമാനൂർ സുരഭില. അതിന്റെ അവിടുന്നാണ് ഇങ്ങോട്ട് അവിടുന്ന് ആ നാടകം ഒരുപാട് പ്രണയകഥകളൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടേ പിള്ളേർ എവിടെ പോയാലും ആദ്യം എന്നെ ഓർമ്മപ്പെടുത്തി വിടുന്ന ഒന്നും പറയരുത് മമ്മി ആ സെക്ഷൻ വേണം. ഞങ്ങൾ കേട്ട് മടുത്തു. ഏതിനെടുത്താലും എൻ്റെ പ്രണയകഥ കയറി വരും. ഞാനത് ചോദിക്കാനല്ല, ഞാൻ ചോദിച്ചാൽ നാടകത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ സിനിമയിൽ മാത്രം 30 വർഷത്തിന് മുകളിലായി. ഏറെക്കുറെ എത്ര സിനിമ 300ഓളം സിനിമയ്ക്ക് മുകളിൽ കൂടുതലായി ഉണ്ടാവും. 500-നടുത്തായി. സീരിയൽസും ഉൾപ്പെടെ. സീരീസ് വേറെ, സിനിമ മാത്രം 500-നടുത്ത്. അതിനെ കുറച്ച് അടുത്തായിട്ട് വരും. എൻ്റെ ലിസ്റ്റ് അടുത്ത കാലത്ത് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 400 മിച്ചം വരുന്ന ഒരു പടത്തിൻ്റെ ലിസ്റ്റ് ആൾക്കാർ തന്നെ അവർ തന്നെ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു പടത്തിൻ്റെ. ചേച്ചി ഓർത്തിരിക്കുന്നുണ്ടോ ചെയ്ത പടങ്ങൾ ഏതൊക്കെയാണെന്ന്? ഇല്ല വെച്ചാൽ ഞാൻ എഴുതിയിടാറുണ്ട്. പിന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. നമുക്ക് ഇത്ര വർഷം ഇത്ര പടം ചെയ്തു, അല്ലെങ്കിൽ ഇത്ര പടം ചെയ്തു, അങ്ങനെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഈ പറയണത്. ഇറങ്ങാത്ത പടങ്ങളും ഈ കൂടെ ചില പടങ്ങൾ ഇറങ്ങാത്ത പടങ്ങളുണ്ടല്ലോ, അത് പ്രേക്ഷകർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അതെല്ലാം നോട്ട് ചെയ്തിട്ടായി പറയുന്നത് നമ്മൾ. മനസ്സിലായോ? ഇപ്പൊ പൊന്നമ്മ ചേച്ചിയെ ഒരു കഥാപാത്രത്തിന് വിളിക്കുമ്പോൾ ഇപ്പം ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ എപ്പോഴും ഡയറക്ടർ വിളിച്ച് കഥ പറഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് ടെക്നീഷ്യന്മാരായിരിക്കും ഒരു പക്ഷേ വിളിക്കുന്നത്. ഇത്ര ഡേറ്റ് ഉണ്ടോ, ഇത്ര ഡേറ്റ് അവൈലബിൾ ആണോ, ഇന്ന കഥാപാത്രമാണ്. ഇപ്പോൾ ചേച്ചി എങ്ങനെയാണോ ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കഥ കേട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ കേട്ടതിന് ശേഷം മാത്രമാണോ, അതെയോ സപ്പോർട്ട് റോളാണ് എൻ്റെ ജോലി അഭിനയമാണ് പോയി ചെയ്യുന്നു? അങ്ങനെയല്ല, പറയും. ഞാൻ ചോദിക്കും, എനിക്കറിയണം. നമ്മളെന്തായാലും ഒരു ചുമ്മാ കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്താൻ വിളിക്കില്ലല്ലോ. ഇപ്പം പൊന്നമ്മ ചേച്ചിയെ വിളിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു സീനെങ്കിലും അതിനകത്ത് പെർഫോം ഉണ്ടെങ്കിൽ. എൻ്റെ നിങ്ങൾ പടങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഞാൻ വെറുതെ ചുമ്മാ നിൽക്കുന്ന ഒരു പടവും ഇല്ല, ഒരു പടവും ഞാൻ ചെയ്തിട്ടുമില്ല. ഒരു സീനേ ഉള്ളെങ്കിൽ അത് നമുക്ക് പെർഫോമൻസ് ആയിട്ട് ചെയ്യാനുള്ള സീനുണ്ടാവും. അപ്പോൾ അതിൻ്റെ എന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിക്കും. ചേച്ചി ഇങ്ങനൊരു പടമാണ് നമ്മുടെ അതിനകത്ത്, പിന്നെ ദിലീപിൻ്റെ പടമാണ് ചേച്ചി, അതിനകത്ത് ഒരു സീനുണ്ട്, ചേച്ചി പറഞ്ഞ് ചെയ്യാമോ? അത് ദിലീപിൻ്റെ പടമല്ലേ, ഓക്കെ. അപ്പോൾ എൻ്റെ ഡയറക്ടർ കയ്പൊക്കെ ഞാൻ ഡയറക്ടറെ ഫോൺ കൊടുക്കാവേ. ചേച്ചിയെ ഒരു സീനുണ്ട് ചേച്ചി, വന്നത് ചേച്ചി നല്ല സൂപ്പർ ചെയ്ത ചേച്ചി അത് നന്നായിരിക്കും. ഞാൻ പറഞ്ഞു റെഡി, വന്നിരിക്കും, ചെയ്തിരിക്കും. അങ്ങനെ ചെയ്ത പട്ടണത്ത് പോയി നമ്മുടെ ദിലീപിൻ്റെ മായാമോഹിനി ഒറ്റ സീനേ ഉള്ളൂ. തിയേറ്ററിൽ ഭയങ്കര കയറി കിട്ടിയ സീൻസ് അതല്ല. മനസ്സിലായോ ഡോക്ടർ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അവർ തന്നെ പറയും. ആ ചേച്ചി താപ്പാനെ വിളിച്ചപ്പോൾ സിന്ധുരായനോട് വിളിച്ചത് റൈറ്ററാണ്. സിന്ധുരായനെ വിളിക്കും. ഞാൻ ചോദിച്ചു എന്താ എൻ്റെ കഥാപാത്രം? ആ ചേച്ചി ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയാണ്. ഞാൻ അയ്യോ ഞാൻ ചെയ്തത് നന്നായിരിക്കുമോ? ഞാൻ ചോദിക്കുക. ആ ചേച്ചി ചെയ്തത് നന്നായിരിക്കും, ചേച്ചി വാ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന ഒരു ദിവസം ചെന്നാണ് ഞാനും എൻ്റെ നോക്കുമ്പോൾ എൻ്റെ അന്ന് നമ്മുടെ വിജീഷ് നമ്മുടെ നൂലുണ്ട പുള്ളിയാണ് എൻ്റെ ഹസ്ബൻഡായിട്ട്. അതപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടു. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം തലേദിവസം ഞങ്ങൾക്ക് തന്നെ ഒരു ദിവസം ഫോട്ടോഷൂട്ടായിരുന്നത്. എന്നാണെന്നറിയോ? ഞങ്ങൾ മണവാളനും മണവാട്ടിയായിട്ട് അതിനുശേഷം മമ്മൂക്ക ഞങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പോൾ ആ ഫോട്ടോ കാണുന്നു. അത് ഒരു ദിവസത്തെ ഫോട്ടോഷൂട്ട് മാത്രം ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ ഷൂട്ടും കൂട്ടും, പുള്ളിക്കാരൻ ഷൂട്ടും കൂട്ടും, ഞാൻ സാരിയൊക്കെ കൊടുത്ത്. അത് മറക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പം അതൊക്കെ തിയേറ്ററിലൊക്കെ ഭയങ്കര ഇന്നും ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് ഞാൻ മടിച്ചതാണ്. ഞാൻ ചെയ്ത് നന്നായിരിക്കുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റൈറ്റർ പറഞ്ഞ് പിന്നെ മമ്മൂക്കയുടെ പടം ചെയ്ത് ജോണി ആൻ്റണിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോണി സാറിനെ കണ്ടപ്പോഴും പറഞ്ഞതാ, ഇടയ്ക്കിടയ്ക്ക് കോമഡിയിൽ അത് കയറി വരും. ഇപ്പോഴത് എൻ്റെ ഒരു സീൻ ഞാൻ അത്ര തിയേറ്ററിൽ കണ്ടപ്പോൾ ഇപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ചിരി വരും. സാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞതാ. അത് കഥാപാത്രം അന്നമ്മ സാബു ഞാൻ ഓർക്കണ്ടോ
അന്നമ്മയുടെ അച്ചാറെന്ന് പറഞ്ഞിട്ട് ഓരോ കഥകളൊക്കെ പറയണതും അതെ അതെ നമുക്കും ഒരു ഭയങ്കര ഇവര് തമ്മിൽ പേരോ അതെ എന്നുള്ള രീതിയായിരുന്നു. അതെ അതെ ഇപ്പൊ ഈ ഒരു സീനിൽ അഭിനയിച്ച ദിലീപേട്ടൻ മറ്റേ ഈ നമ്മുടെ മായാമോഹിനി എന്ന് പറഞ്ഞ അത് എനിക്ക് പെട്ടെന്ന് വേറൊരു ഇപ്പൊ ഈ ദിലീപ് അവരുടെ കോമ്പിനേഷൻ തന്നെ വരുന്ന ലയൺ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്താണ് അഡ്വക്കേറ്റ് വരുമ്പോ ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട് തിയേറ്ററിൽ ഭയങ്കര ശരിയാണ്. അറിയില്ലേ ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്താ പറയാ ഒറ്റ ഡയലോഗാണ് അത്. ഒറ്റ അടി വെച്ച് കൊടുക്കും, അടി വെച്ച് കൊടുക്കും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷി സാർ എന്നെ വിളിച്ചത് ആ പടത്തിൽ നേരിട്ട്. കാരണം അത് റീഷൂട്ടാ, ഞാൻ അറിയുന്നില്ല. റീഷൂട്ടാണോ? ആ റീഷൂട്ടാ. അത് വേറെ ആൾ വന്ന് ചെയ്തു വെച്ചിട്ട് പോയി, അത് ശരിയായില്ല. സാറോടെ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ലാസ്റ്റ് സാർ എന്നെ വിളിക്കുക ഈ ക്യാരക്ടർ ഉണ്ടെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് ആ വേഷം ഞാൻ ചെയ്യുന്ന അവിടെ. അതേ ഒരു പുതിയ റീഷൂട്ട് ചെയ്ത റീഷൂട്ടാ പടം. അത് പക്ഷേ ഇപ്പോഴും ആളുകൾ ഓർത്തിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആയിരിക്കും ഒരു പക്ഷേ ഈ സീനൊക്കെ ഇങ്ങനെ എഴുതി വെച്ചതിലും മുകളിൽ നിൽക്കാനൊരു കാര്യം. പ്രത്യേകിച്ച് സാറിനെ സംബന്ധിച്ച് സാറിന്റെ 15, 17, 18 പടം ഞാൻ ജോഷി സാറിന്റെ പടം ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ വാഴുന്നൂര് തുടങ്ങി സാറിന്റെ പടമാണ് ചെയ്യുന്നത്. വാഴുന്നൂരിൽ എനിക്ക് നല്ല ക്യാരക്ടറായിരുന്നു അമ്പിളിച്ചേൻ്റെ വൈഫായിട്ട്. സെന്റിമെന്റ്സ് ഉണ്ട്, ഇത്തിരി ഹ്യൂമറും ഉണ്ട്, ഒരുപാടൊന്നുമില്ല. പക്ഷേ സാറിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് ഞാൻ അവതാരമായിരുന്നു. അവതാരത്തിൽ ഞാനൊരു ഒരു 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 നെഗറ്റീവായിരുന്നു ആ ക്യാരക്ടർ. ഒരു ഭയങ്കരമായി വരാം. ജോജുവിൻ്റെ മറ്റേ നായികയുടെയും ഒക്കെ രണ്ടാനമ്മയാണ് ഞാൻ. അപ്പോൾ അവിടെ ഇച്ചിരി പവർ ഉപയോഗിക്കേണ്ട ഒരു അമ്മയാണ് നമ്മുടെ മജീദിക്കൻ, എൻ്റെ ഹസ്ബൻഡായിട്ട്. അപ്പം നമ്മൾ ആ പടത്തിൽ അഭിനയിച്ച് അതാ പറഞ്ഞത്. സാറിൻ്റെ അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാൻ അഭിനയിച്ചു. ദിലീപ് കൊണ്ട് ജോജു വന്നു എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിലുണ്ടല്ലേ. ജോജു വന്ന് ഹീറോ ആയി വന്നിട്ടില്ല. ജോജു വന്ന് റോമൻസ് ജോജുവിൻ്റെ ഞാൻ മദറായിട്ട് അഭിനയിച്ചു. ഞാൻ അവതാരത്തിൽ ജോജുവിൻ്റെ മദറായിരുന്നു ഞാൻ ആയിട്ട് അഭിനയിച്ചു. ജോജു ഹീറോ ആയപ്പം ജോജുവിൻ്റെ മദറായിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, മകനെ എന്താണ് അമ്മയൊക്കെ മറന്നു പോയോ? ഇല്ല ചേച്ചിക്ക് പറ്റിയ വേഷം വന്നാൽ ഞാൻ തീർച്ചയായും വിളിക്കും എന്നെ അടുത്ത് ജോജുവിനെ കാണുമ്പോൾ ജോജു പറയും. ഇപ്പൊ ജോയിച്ചേട്ടനോട് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ അമ്മ വേഷത്തിൽ ഞാൻ പറയാം. ഒരു സമയത്ത് കവിയൂർ പൊന്നമ്മ അങ്ങനെ ഒരുപാട് അമ്മമാര് കിടക്ക് കഥാപാത്രങ്ങൾ ഉണ്ടാകുന്ന സിനിമയിൽ. പിന്നീട് ഒരു സമയത്ത് അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ അച്ഛൻ, അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, തറവാടൊക്കെ സിനിമയിൽ നിന്ന് മാറി ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ സിനിമകളിൽ നിന്ന് മാറി പിന്നീട് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുന്നില്ല. പക്ഷെ ഇപ്പൊ വരുന്നത് മറ്റ് കുറച്ച് ന്യൂജൻ അമ്മമാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ സിനിമയുടെ മാറ്റം കൊണ്ടായിരിക്കും ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ അന്യം നിന്ന് പോകാന്നൊക്കെ അങ്ങനെയാണോ പറയേണ്ടത് എനിക്കറിയാം. ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, കഥാപാത്രങ്ങൾ കുറഞ്ഞു, പുതിയ ജനറേഷൻ്റെ ആൾക്കാർ വന്നു. ഇപ്പോഴത്തെ പിള്ളേരുകളൊക്കെ ഞാൻ ഒരു പടത്തിലും കുറച്ച് ഡയറക്ടർമാർ നമ്മുടെ പഴയ ഡയറക്ടർമാരുടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതല്ലാത്ത ആൾക്കാരെയൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു ഷോർട്ട് മൂവിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമോ ഒക്കെ ചെയ്തിട്ട് വന്ന് കയറിയിട്ട് പിന്നെ പടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ബേസിൽ ജോസഫിനെ ഞാൻ വിളിച്ച് ചോദിച്ചു, ബേസിലെ എന്താണ് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ നിങ്ങളെന്താ വിളിക്കാത്തേ? ഞങ്ങൾക്കൊക്കെ എന്താ ഒരു കുറവ് എന്ന് ഞാൻ ചോദിച്ചു. അയ്യോ ചേച്ചി, ഒരു കുറവുമില്ല. പടത്തിനകത്ത് ചേച്ചി ഓർക്കാഞ്ഞിട്ടാ. ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ? ചേച്ചി ഒന്ന് വിളിച്ചിരുന്നത് ഞാനൊക്കെ ഒന്ന് ഓർത്തേനെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവരുടെ ഒന്നാം നമ്പറുകൾ അറിയില്ല, നമ്മൾ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാറില്ല. നമ്മുടെ അറിവിലെല്ലാം നമ്മുടെ പുറകിലുള്ള എന്താ പറയുക ഡയറക്ടേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയത്തുള്ളൂ. അതുവരെ പെട്ടെന്നൊരു മാറ്റം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വന്നപ്പോൾ ആൾക്കാർ നമ്മളെ പലരും ഓർക്കാഞ്ഞിട്ടാണ്. പക്ഷേ ആ പുതിയ ഒരു ഗ്രൂപ്പ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് നമ്മളോട്ട് എത്തില്ല, പെട്ടെന്ന് അവർ വിട്ടുപോകും. അതിന് ആ ഒരു പുതിയ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ മനഃപൂർവ്വം വിളിക്കാത്തതെന്നാ. പക്ഷെ അവരുടെ മൈൻഡിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. അവരുടെ മൈൻഡിലുള്ള നമ്മളുള്ളതൊക്കെ അതൊരു കുഞ്ഞായിരുന്നു. അവരൊരു SLC +2 ഒക്കെ പാസ്സാകുമ്പോൾ ഉള്ള പടത്തിലാണ് നമ്മുടെ പടമൊക്കെ അവർ കണ്ടിരിക്കുന്നത്. ഇപ്പം അവർ ഇറങ്ങി വന്നപ്പോൾ ഇപ്പോഴത്തെ കുറേ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പം നിൽക്കുന്നത്. അപ്പം നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ന്യൂ ജനറേഷൻ പടങ്ങളിലൂടെ എത്താൻ ശ്രമിക്കണം. അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ കിട്ടണം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വലിയൊരു എക്സാമ്പിളാണ് ജഗദീഷ് ചേട്ടൻ്റെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ. ഒരു സമയത്ത് ഭയങ്കര തിരക്കിൽ നിന്ന് പിന്നീട് അദ്ദേഹം ചാനലിലേക്ക് മാത്രം മാറി. ഒരു സമയത്ത് സിനിമയിൽ നിന്നും കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് അപൂർവമായി മാത്രം കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ പറഞ്ഞ ന്യൂജൻ സിനിമകളുടെ അവിഭാജ്യ ഘടകമായി മാറി അദ്ദേഹത്തിന് മറ്റൊരു ഫേസിൽ കൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഓപ്പണിംഗ് എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുക എന്നുള്ളതാണല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഒരു പുതിയൊരു ഡയറക്ടറുടെ കണ്ണിലെത്തുക, ഒരു കഥാപാത്രം കൊടുത്തു നോക്കുക എന്നുള്ളത്. ഇപ്പൊ ചേച്ചിയുടെ ഒരു കരിയർ ഇതുവരെ നോക്കുവാണെങ്കിൽ
കൂടുതലും തമാശ വേഷങ്ങളാണ് ചെയ്തേക്കണേ. പിന്നെ വില്ലത്തിയായിട്ട് നെഗറ്റീവ് ചെയ്തിട്ടുണ്ട്, സീരിയസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് നമുക്ക് പൊന്നമ്മ ബാബു പൊന്നമ്മ ചേച്ചി നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കോമഡി ഇതാണ്. അത് ശരിക്കും ഒരു ഗുണം ചെയ്തു എന്ന് പറയുന്നുണ്ടോ, അത് അതുകൊണ്ട് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ എന്നെ കാണുന്ന പ്രേക്ഷകർ ഒരാൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. വന്ന് പിടിക്കുക, കയ്യെ പിടിക്കുക, നമ്മൾ കവിളിലൊന്ന് പിടിക്കുക, അല്ലെങ്കിൽ ചേച്ചി ഞങ്ങൾ ആ പടം കണ്ടു, ഞങ്ങൾ ചിരിച്ച് ഞങ്ങളത് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളെ സന്തോഷിപ്പിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ കരയുന്ന ഒരമ്മ മാത്രമാണെങ്കിൽ അവർ ഒരിക്കലും എൻ്റെ അടുത്ത് വരത്തില്ല. കാരണം അവർ ഉള്ളു നീറി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർ ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി TV വെച്ചപ്പോഴായിരിക്കും നമ്മുടെയൊക്കെ എന്തെങ്കിലും കോമഡി കാണുമ്പോൾ അവിടെ അവർ ചിരിച്ച് അവരുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്തു. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന റോള് മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നും മലയാള സിനിമ കാണിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ എല്ലാ റോളും ചെയ്യുന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് വേഷം, ഇപ്പം ഞാൻ എന്താ പറയണേ, ഞാൻ സിനിമ തുടങ്ങിയത് സെൻറ്റിമെൻറ്റ്സ് റോളുമായിട്ടാണ് തുടങ്ങിയത്. നിങ്ങൾക്ക് തുടക്കം ഞാൻ പാവം ഒരു അമ്മയായിട്ട് രാജബീദേവൻ്റെ ഭാര്യയായിട്ട് പടനായകൻ എന്ന പടത്തിനകത്ത് ഒന്നും വേണ്ട ചേട്ടാ, ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ഒരമ്മ, ജാനകിക്കുട്ടി, അതുപോലെ സ്പർശം, നീ വരുവോള്, സിബി മലേൻ്റെ കാരുണ്യം, ഇതെല്ലാം ഞാൻ എൻ്റെ സെൻറ്റിമെൻറ്റ്സ് അമ്മയാണ്. അതിനകത്തൊന്നും താടകയായ ഒന്നും ഒരു സ്ത്രീ ആയില്ല. അതിനകത്ത് പിന്നീട് മാറ്റങ്ങൾ വന്നത് കൺമഷി എന്ന പടത്തിനകത്ത് VMനുമാണ് എന്നെ ഹ്യൂമറിലോട്ട് ട്രാക്ക് കുറച്ച് തിരിക്കുന്നത്, അമ്പിളിച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് കൺമഷി. അതിനു മുന്നേ സ്ത്രീ എന്ന മെഗാ സീരിയൽ എറണാകുളത്ത് വന്നപ്പം ഞാൻ അതിനകത്തൊരു ഹ്യൂമർ ടച്ച് കഥാപാത്രമാണ് ആദ്യം തുടങ്ങി വെച്ചേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാവരും പൊന്നമ്മ ചേച്ചി പിന്നെ കവിർ പൊന്നമ്മ ചേച്ചി അന്ന് ആ സമയത്ത് ഞാനും പൊന്നമ്മ ചേച്ചി വന്ന സ്ത്രീ ചെയ്യുന്ന സമയത്ത് 9 മണിക്ക് അല്ല 7 മണിക്ക് സ്ത്രീ അതിനകത്തൊരു പിന്നെ ലീല എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ഇച്ചിരി ഏഷ്യനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയാണ്. 9 മണിക്ക് സമയം എന്ന് പറഞ്ഞൊരു സീരിയൽ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് കുറിയൊക്കെ തൊട്ട് നല്ലൊരു അമ്മയായിട്ട് 2 റേഞ്ചാണത്. അപ്പോൾ എൻ്റെ അടുത്ത് രാജംബി ദേവ് പറഞ്ഞു, എടി പൊന്നമ്മേ, എന്നെ എടി വിളിക്കുന്ന ഒരാളാണ് രാജംബി ദേവ്. രാജേട്ടൻ പറഞ്ഞു, എടി നിനക്കിത് സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്നിലുള്ള സംഭവങ്ങൾ ഇത് ചെയ്ത് എവിടെയെങ്കിലും കാണിച്ചാലേ എനിക്ക് കിട്ടത്തുള്ളൂ. അതിന് കൂടുതലും എനിക്ക് ഉപകാരം ആയിട്ടുള്ളത് എപ്പോഴും മിനിസ്ട്രിയിലാണ് നമ്മൾ കുറേ കോമഡി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് ഞാൻ. അപ്പോൾ അവർ നോക്കുമ്പോൾ ആഹാ പൊന്നമ്മ കോമഡി ചെയ്യുന്നുണ്ടല്ലോ, കൊള്ളാലോ ഇത്. അല്ലെങ്കിൽ നമ്മുടെ പിന്നെ 8 സുന്ദരികളിൽ ഞാനും സൂര്യ TV-യിൽ മണിയമ്പിള്ള രാജുവിൻ്റെ അമ്മയായിട്ടായിരുന്നു, ഹ്യൂമറായിരുന്നു കംപ്ലീറ്റ് അതിനകത്ത്. അപ്പം ഒരു പൊന്നമ്മ ബാബു അവർ അത് കണ്ടിട്ടാണ് വിനയൻ സാർ എന്നെ അത്ഭുതദ്വീപിൽ വിളിക്കുന്നത്. ഞാൻ, ബിന്ദു, കൽപ്പന, ഞങ്ങൾ 3 പേരാണ് അമ്പിളിച്ചേട്ടൻ്റെ കാമുകിയും ഭാര്യമാരുമായിട്ട് ആ പടത്തിനകത്ത്. അപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, പൊന്നമ്മ ചേച്ചി നല്ല അമ്മയായിട്ടൊക്കെ അഭിനയിച്ചല്ലേ, പിന്നെ എന്തിനായി ഈ കോമഡിയൊക്കെ ചെയ്തേ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കോമഡി ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? നല്ല വിഷമമുണ്ടല്ലേ ഉണ്ടല്ലേ? അത് എന്നോട് ചോദിച്ചപ്പോൾ അത് എന്നോട് അതൊരു നല്ല എനിക്ക് മനസ്സിലെവിടെയോ എനിക്ക് തട്ടി. അത് എന്നോടുള്ള ഒരു സെന്റിമെന്റ്സിനെ പുറത്ത് ചോദിക്കുന്നതല്ലല്ലോ. ഇവരതൊക്കെ എന്തോ ഉള്ളിൽ വെച്ചിട്ട് സംസാരിക്കുന്നതാണല്ലോ അത്. അപ്പം ഞാൻ നിങ്ങൾക്ക് അവരെന്നെ ചിരിച്ചാൽ ചോദിച്ചേ, എന്തിനാ നല്ല അമ്മയൊക്കെ ചെയ്യുന്നതല്ലേ, എന്തിനാ കോമഡിയൊക്കെ ചെയ്തേ? അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞേ, ഒന്ന് ശ്രമിക്കേ. ആ കോമഡി ഇന്നർക്കൊന്നൊന്നുമില്ല, ആര് ചെയ്താലും ജനങ്ങൾ സ്വീകരിച്ചാൽ അത് ഏറ്റെടുക്കും. നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പം ചെയ്യാൻ പേടിയാ, അത് ആ സാധനം തൊടാൻ പേടിയാണല്ലോ എല്ലാവർക്കും. ഒരു മീറ്റർ കഴിഞ്ഞാൽ ചളവായി പോകും. അത് പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, ഞാനൊരു ഹ്യൂമർ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്നെ ആൾക്കാർ ഹ്യൂമർ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. ഞാൻ സെൻറ്റിമെൻറ്റ്സ് എൻ്റെ മനസ്സിൽ അന്ന് ആ റോളൊക്കെ ചെയ്ത് നിൽക്കാതെ നോക്കാത്ത ഞാൻ സിനിമയിൽ നിന്ന് നാടകത്തിൽ നിന്നൊക്കെ സിനിമയിൽ വരുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ദൈവം പറഞ്ഞു, നീ ആ ട്രാക്ക് പോകണ്ട, നീ ഇതിലേയും കൂടി ഇങ്ങോട്ട് പോയിട്ട് നീ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ഞാൻ സെൻറ്റിമെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് എന്നെ എല്ലാവരും പറയായിരുന്നു, ഞാൻ കവിർ പൊന്നമ്മയ്ക്ക് ശേഷം മറ്റൊരു പൊന്നമ്മ എന്നൊക്കെ. എനിക്ക് എൻ്റെ പേര് കിട്ടുന്നില്ല. ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അമ്മയും മോളും ചേട്ടത്തി എഴുതിയൊക്കെ കുറേ പടം വിളിച്ചിട്ടുണ്ട് ഞാൻ പൊന്നമ്മ ചേച്ചി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനെന്താ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴാണ് എൻ്റെ ഹ്യൂമർ വന്നു. ഞാൻ എൻ്റെ ഹ്യൂമറിലൂടെ ഞാൻ എൻ്റെ പൊന്നമ്മ ബാബു എന്നുള്ള പേര് ഞാൻ പിടിച്ചെടുത്ത്. എൻ്റെ പേര് പൊന്നമ്മ ബാബു, അത് പേര് നമുക്കൊരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ പേരിൽ നമ്മളല്ല അറിയപ്പെടുന്നതിനേക്കാൾ നല്ല നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് ദൈവം എന്നെ സഹായിച്ചതാണ്.
ഞാൻ ദൈവത്തെ നന്ദി പറയുന്നത് എല്ലാത്തിനും. ഈ ഹ്യൂമർ എന്ന് പറയുമ്പോൾ എതിരെ നിൽക്കുന്ന ആളുടെ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ ശരിക്കും. ഈ എനിക്ക് ഏറ്റവും രസകരമായിട്ട് പെട്ടെന്ന് പറയാം, ഏറ്റവും രസം എനിക്ക് എപ്പോഴും കണ്ടിട്ടുള്ളൂ തോന്നിയിട്ടുള്ളൂ, ഇപ്പോൾ വാഴുന്നവരാണ് ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് മനീഷ കൊയ്രാലയുടെ ഫോട്ടോയും കൊണ്ട് അതൊന്ന് അല്ല ഐശ്വര്യ റായ് മനീഷ കൊയ്രാലയുടെ ഫോട്ടോയും കൊണ്ട് വരുന്നു. മയിലാട്ടം, അങ്ങനെ ഒരുപാട് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ഒരുപാടുണ്ട്. അതായത് ഏറ്റവും രസമായിട്ട് ഇപ്പോൾ ഈ ചേച്ചി വന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ആ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ഒരു വാഴക്കൊലയും കൊണ്ട് വന്നിട്ട് അടിച്ച് നേരത്തെ കിടന്നോണം പൊന്നമ്മേ. ഒറിജിനൽ അടിയാ, ശരിക്കും ഒറിജിനൽ കൊടുത്തോണോ? അടിച്ചുപോയി ചെയ്ത് വന്നപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ അതിന് നിൽക്കുകയല്ലേ. കാരണം എല്ലാം നമുക്ക് ഇന്നത്തെ ഒരു ഫെസിലിറ്റീസ് ഇല്ലല്ലോ. അന്നെല്ലാം നമുക്കെന്ന് പറയാൻ ഈ പറയുന്ന കാര്യമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലുള്ള പടങ്ങൾ അതൊക്കെ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഒന്ന് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി നടക്കേണ്ട സമയമാണ്. ഈ അമ്പിളിച്ചേട്ടനെ കിട്ടാനില്ല നമുക്ക്. ഞാനൊക്കെ ഒരു ലൊക്കേഷൻ വണ്ടിയായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യാം. അവിടെ എല്ലാവരും പറയും അമ്പിളിച്ചേട്ടൻ ഹോട്ടലിൽ താമസിക്കുകയാണ്, ചോദിക്കും അപ്പുറത്തും ഇപ്പുറത്തും വാതിലുണ്ടോയെന്ന്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ചെരുപ്പിട്ടേക്കുന്നു അമ്പിളിച്ചേട്ടൻ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ചെരുപ്പ് നോക്കി ഇവിടെ ഒരാളുണ്ടാവും, ഒരു ചെരുപ്പ് നോക്കി അപ്പുറത്തും ആളുണ്ടാവും. അമ്പിളിച്ചേട്ടൻ എതിലേ പോകുന്നത് പോലും അറിയത്തില്ല, അത് ചാടി അമ്പിളിച്ചേട്ടനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ അന്ന് ഭയങ്കര ബിസിയായി നിൽക്കേണ്ട സമയത്താണ് ഈവൻ സാർ പറഞ്ഞു, ഈ ഷോട്ട് പറ്റുമ്പോൾ നമ്മൾ ഒറ്റ ഷോട്ട് പ്ലാൻ ചെയ്തിരിക്കുക, എല്ലാം 2 ഷോട്ടും ക്ലോസും വൈഡും എല്ലാം ഇതിൽ തന്നെ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് നമുക്കിത് അത് എടുക്കുന്ന വെച്ചാൽ ലേറ്റായിട്ടാണ് എടുത്തതും, ഒരു 7:30 8 എടുത്തപ്പോൾ. അമ്പിളിച്ചേട്ടൻ ഇന്ന് പോയാൽ പിന്നെ അമ്പിളിച്ചേട്ടനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, പക്ഷേ ഉള്ളിൽ ടെൻഷനുണ്ട്. അപ്പോൾ റിഹേഴ്സലൊക്കെ എടുത്ത് എല്ലാം ആദ്യമേ ഒരു ചെറിയ റിഹേഴ്സൽ ചെയ്തു നോക്കി. എല്ലാം നമ്മളിങ്ങനെ എന്താ പറയുക, പിന്നെ അമ്പിളിച്ചനോടൊപ്പം തന്നെ കടപിടിച്ച് നിൽക്കണമല്ലോ. അങ്ങനെ അവസാനം ചെയ്ത് പെറുക്കി എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ഒറ്റ ടേക്കിൽ അത് ഓക്കെ ആയി. ഭയങ്കര ക്ലാപ്സായിരുന്നു നമ്മുടെ സെറ്റിലെല്ലാവരും. ഞാൻ ഒരടി വെച്ച് കൊടുത്തു. റിഹേഴ്സൽ എടുത്തപ്പോൾ കൈ ഇങ്ങനെ പോയുള്ളൂ, പക്ഷെ ചെയ്ത് പെറുക്കി അതിൻ്റെ ആ ഒരു ഗ്രിപ്പിൽ അടിച്ചിട്ട് പിന്നെ അതിനെ അടിച്ചിട്ടോ ഞാൻ കട്ട് പറഞ്ഞു. അപ്പച്ചനെ ചാടി കയറ്റി. ഞാൻ പറഞ്ഞു അമ്പിളിച്ചേട്ടാ സോറി. അമ്പിളിച്ചേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ നമസ്കരിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ എൻ്റെ കാഴ്ച ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞ്. നന്നായിട്ടുണ്ട് പൊന്നമ്മ. അതൊന്നും വിചാരിക്കണ്ട, നന്നായിട്ട് ഗുഡ് എന്ന് പറഞ്ഞ് എന്നെ തോളത്ത് തട്ടിയിട്ടാണ് അമ്പിളിച്ചേട്ടൻ പോയേ. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്, ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി എന്ന് പറയും എൻ്റെ അടുത്ത്. അമ്പിളിച്ചേട്ടൻ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പിളിച്ചേട്ടനേക്കാളും മേളിൽ കയറി ഇച്ചിരിയുടെ ആ ഒരു ഇതിൽ റേഞ്ചിൽ അഭിനയിച്ചാൽ അമ്പിളിച്ചേട്ടൻ അത് ഭയങ്കര ഇഷ്ടമാണ്. അമ്പിളിച്ചേട്ടൻ ഇല്ല അയ്യോ അങ്ങനെ ഈഗോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അമ്പിളിച്ചേട്ടനേക്കാൾ റേഞ്ചിൽ കയറി അഭിനയിച്ച അമ്പിളിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അമ്പിളിച്ചേട്ടൻ ആ ആർട്ടിസ്റ്റിൻ്റെ ടാലൻ്റ് അമ്പിളിച്ചേട്ടൻ മനസ്സിലായോ? അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഞങ്ങൾ അഭിനയിച്ച പടമാണ്. പിന്നെ കൺമഷിയുണ്ട്, മയിലാട്ടമുണ്ട്, പിന്നെ മേരിക്കൊണ്ട് കുഞ്ഞാറുണ്ട്, നമ്മുടെ അത്ഭുതദ്വീപുണ്ട്, എത്രയോ പടങ്ങൾ. ഞാൻ ലാസ്റ്റ് അഭിനയിച്ച അമ്പിളിച്ചേട്ടൻ ഞാൻ പിന്നീട് ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്നത് ഡോക്ടർ ഇന്നസെൻ്റാന്ന് പറഞ്ഞ പടത്തിലാണ്. അതിനകത്ത് അത് രസം. ലാസ്റ്റ് പോരാൻ നേരത്ത് ഞാൻ പോരുമ്പോൾ ഞാൻ പറഞ്ഞു അമ്പിളിച്ചേട്ടാ എൻ്റെ കഴിയുമ്പോൾ ഞാൻ ആ പടത്തിൽ ഞാനും ഇന്നസെൻ്റ് ചേട്ടനും അമ്പിളിച്ചേട്ടനുമാണ് ആ പടത്തിൽ ഇലക്ഷന് നിന്ന് ജയിക്കുന്ന 3 സ്ഥാനാർത്ഥികളാണ്. ഞാൻ ഈ കോമളവല്ലിയാണ് ജയിക്കുന്നത്. അപ്പോൾ എൻ്റെ ജയിച്ചു എല്ലാം കഴിഞ്ഞ് എടുത്ത് ഞാനെല്ലാം സീൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോരാൻ നേരത്തെ അപ്പം അമ്പിളിച്ചേട്ടൻ എൻ്റെ കഴിഞ്ഞ് പോകാം. പിന്നെ പോവാ അന്ന് അമ്പിളിച്ചേട്ടൻ എൻ്റെ തലയിൽ ഞാൻ താഴെ നിൽക്കുന്ന അമ്പിളിച്ചേട്ടൻ ഒരു ഹൈറ്റ് ഇട്ടൊരു സ്ഥലത്ത് നിൽക്കുക, ഒരു തിണ്ണ പോലൊരു സ്ഥലം. ഞാൻ താഴെ നിൽക്കുമ്പോൾ അമ്പിളിച്ചേട്ടൻ എടുത്ത് 2 കൈയും കൂടെ തലയിൽ വെച്ചിട്ട് നന്നായി വരും എന്നും പറഞ്ഞ് അപ്പോൾ അതിങ്ങനെ എന്നെ ബ്ലെസ് ചെയ്ത് അമ്പിളിച്ചേട്ടൻ. നന്നായി വരും പൊന്നമ്മ, നന്നായി വരും. ഞാൻ താങ്ക് യു അമ്പിളിച്ചേട്ടാ. ഞാൻ ആ ഒരു മനസ്സിലിങ്ങനെ എറണാകുളം വരെ എനിക്കതെൻ്റെ മനസ്സിലിങ്ങനെ സന്തോഷം ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു. അമ്പിളിച്ചേട്ടനെ എന്നെ ബ്ലെസ് ചെയ്തല്ലോ, ഭയങ്കര ബ്ലെസ്സിങ് ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർത്ത്. അങ്ങനെ അതിനുശേഷം അമ്പിളിച്ചേട്ടനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുകയും പിന്നീട് അദ്ദേഹം പിന്നെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് തിരിച്ചു വന്നിട്ടില്ല. കണ്ടിട്ടുണ്ടോ? പോയി മീറ്റ് ചെയ്യാൻ? അയ്യോ, ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോഴൊക്കെ പോകും. തിരുവനന്തപുരത്ത് പോകുമ്പോൾ ശോഭ ചേച്ചി ഉണ്ടാവും അവിടെ, വൈഫ്. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കൊറോണ വന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് പോയില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അതിന് മുന്നേ ഞാൻ പോകുമായിരുന്നു. ഞാൻ പാർവതിയും മറ്റേ ശോഭ ചേച്ചിയൊക്കെ വിളിച്ചു ഇങ്ങനെ പറയുമ്പോൾ ചെല്ലും എന്നെ കാണുമ്പോൾ മനസ്സിലായി എന്നുള്ള മുഖത്തെ ഭാവമില്ലേ, അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ മനസ്സിലായെന്ന്. അതിനുശേഷം എന്നെ കയ്യെ പിടിച്ച് ഇങ്ങനെ ചിരിച്ച് പറയാൻ മേല. പുള്ളിക്ക് പറയേണ്ടതുണ്ട്, ഇവിടെ കൊണ്ട് പുള്ളി അനക്കും. പുള്ളിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം. ഉടനെ ശോഭ ചേച്ചി ചോദിച്ചു, ഇതാരാന്ന് പറയാവോ, മനസ്സിലായോ? എന്നാൽ ആരാ? തലയിളക്കി പറ, ഇതാരാ?
പൊന്നമ്മ ഇങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ അനക്കി കാണിച്ചു പൊന്നമ്മ എന്ന്. എനിക്കതൊന്നുകൂടി കേൾക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ട് ആരാ, ഞാൻ കേട്ടില്ല പറഞ്ഞ ആരാന്ന് ചോദിക്കുമ്പോൾ പൊന്നമ്മ, ഒച്ചയില്ല ഇങ്ങനെ. വല്ലാത്തൊരു ഇതാണ്. ഭയങ്കര ഫീലായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പിളിച്ചേട്ടനൊക്കെ വേണ്ടിയിട്ട്. അമ്പിളിച്ചേട്ടൻ തിരിച്ചു വരണേ എന്നും മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അമ്പിളിച്ചേട്ടനൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ മിസ്സായിപ്പോയേ. അതല്ല എത്രയോ കഥാപാത്രങ്ങൾ നമ്മളൊക്കെ ചെയ്യേണ്ടതാ. തീർച്ചയായും എനിക്ക് തോന്നുന്നു പല സിനിമകളിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചില ആളുകൾ ചെയ്യുന്ന കണ്ട് അവർ നന്നായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇത് ജഗദീഷ് ശ്രീകുമാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത്, ഇത് കലാഭമണി ചെയ്യേണ്ടിയിരുന്ന വേഷമായിരുന്നു. നമ്മളിപ്പോഴും പറയും ഇന്ന ആൾക്കാരൊക്കെ ചെയ്യേണ്ടിയിരുന്ന വേഷമായിരുന്നു ഇത് എന്ന് പറയും. ഒരുപാട് നഷ്ടമാണ് ശരിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ഭർത്താക്കന്മാർ സിനിമയിലില്ല, കുറവാണ്. എല്ലാവരും പോയി. ഇനി മാറ്റുന്ന ഭർത്താക്കന്മാരില്ലെന്ന്. അല്ല പിന്നെ ബിജീഷിനൊക്കെ പിടിച്ചോണ്ട് വരണം വീണ്ടും. കുറച്ച് പേരേ ഉള്ളൂ, കുറച്ചാൾക്കാരുള്ളൂ. അല്ലാതെ മെയിൻ നിൽക്കുന്ന രാജംബിദേവ്, കൊച്ചു കന്നീഫിക, മുരളിച്ചേട്ടൻ, ജാമ്പളിച്ചേട്ടൻ ഇപ്പൊ വയ്യാണ്ടായി. പിന്നെ അങ്ങനെ കുറെ ദാനന്ദപ്രസാദ് സാറ്, അങ്ങനെ നമ്മൾ അവരുടെ ജനുവേട്ടൻ ലാസ്റ്റ് ഞാൻ അച്ചായൻസ് എന്ന് പറഞ്ഞ പടം ചെയ്തായിരുന്നു ജനുവേട്ടൻ്റെ കൂടെ. അത് ജനുവേട്ടന് അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വേറെ ഇല്ല. ഇഷ്ടപ്പെട്ടു. സിനിമയിൽ എനിക്ക് ഭർത്താക്കന്മാരെ മാറ്റാവുന്നില്ല. എനിക്ക് ഭർത്താവില്ലാത്ത റോളാണ് ഇഷ്ടവും. ഞാൻ ചോദിക്കും എന്നെ വിളിക്കുമ്പോൾ, ചേച്ചി ഒരു പടത്തിനകത്ത് എൻ്റെ അമ്മയായിട്ടാണേ. ഞാൻ പറഞ്ഞു ആണോ, ആരാ? ഞാൻ പറഞ്ഞു ഹസ്ബൻഡായിട്ട് ആരാ? ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഇല്ലാത്ത അമ്മയാ. ഓ രക്ഷപ്പെട്ടു, എന്നെ പെർഫോം ചെയ്യാനുണ്ടാവും. ഈ ഭർത്താവ് എന്ന് വരുമ്പോഴത്തേക്ക് ഇത് ഡിവൈഡ് ചെയ്ത് പോകില്ലേ ഈ ഡയലോഗ്സ് എല്ലാം. അപ്പം ഞാൻ ദൈവമേ വിളിക്കുമ്പോഴേ ചേച്ചി അല്ലെങ്കിൽ ദിലീപിൻ്റെ അമ്മയായിട്ടാണേ, അല്ലെങ്കിൽ ചാക്കോച്ചൻ്റെ അമ്മയായിട്ടാണ്. ആ മക്കളെ നല്ലതല്ല, നന്നായിട്ട് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവായിട്ട് അറിയാനുണ്ടോ? ആരുമില്ല ചേച്ചി. ഓ ഈശ്വരാ നന്ദി. അതുകൊണ്ട് അത് ഞാൻ നന്ദി പറയുന്നുണ്ട്. കാരണം അങ്ങനത്തെ കഥാപാത്രമായിരിക്കും ചെയ്യാനുണ്ടാവും. മറ്റേതാ ഭർത്താവുള്ളപ്പോ എന്തുവാ പറയാ എന്റെ മനുഷ്യൻ ഞാൻ പറഞ്ഞു നീ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് മിണ്ടാൻ പറ്റുമോ? ഭാര്യ പിന്നെ ഓംബ്രാന്ന് പറഞ്ഞ അതൊരു ഭയങ്കര നിരീക്ഷണമായി പോയി. ചില എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയണേ. അല്ല ശരിയാണ്, ഡിവൈഡായി പോകും, അവിടെ കൂടുതൽ പെണ്ണക്കാർ സീനിയർ ആണെങ്കിൽ അവർക്കല്ലേ കൂടുതൽ. ഇവിടെ ഭാര്യയ്ക്ക് ഒന്നോ ഡയലോഗ് ഉണ്ടാവും. ചിലപ്പോൾ ആ സമയത്തിൽ പറയും ചേച്ചി ആ ഡയലോഗ് വേണ്ട, അത് ആ ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ചേച്ചി പിന്നെ വേണമെങ്കിൽ അത്തോട്ട് കൊക്കോതകരം പറഞ്ഞാൽ ആ ഡയലോഗ് ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഭർത്താവില്ലാത്ത റോള് ചെയ്യാൻ താല്പര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു 1-2 സിനിമകൾ, ഇപ്പം ബാബ കല്യാണി, അതുപോലെ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇതിൽ രണ്ടിലും എന്താ പറയുക, ഒരു വനിതാ വിമോചനം അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ചൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഫെമിനിസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന 2-3 കഥാപാത്രങ്ങളാണ്. ഇപ്പം ഈ എനിക്ക് തോന്നുന്നു ചേച്ചി അല്ലെങ്കിൽ പണ്ട് സുകുമാരി ചേച്ചി, അങ്ങനെ കുറച്ച് ആളുകളെ ഒരിക്കലും നമ്മളൊരു സാധാരണ ഒന്നും ഇല്ലാത്ത വീട്ടിലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറച്ച് ദാരിദ്ര്യമുള്ള വീട്ടിൽ അങ്ങനെയൊന്നും നിങ്ങളെ കാസ്റ്റ് ചെയ്യൂല. അപ്പോൾ റയറായിട്ട് പ്രത്യേകിച്ച് പൊന്നമ്മ ചേച്ചി ഒന്നും അങ്ങനെ കാസ്റ്റ് ചെയ്യില്ല. ഒന്നെങ്കിൽ ഒരു സൊസൈറ്റി ലേഡി, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമൂഹത്തിന് വേണ്ടി ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ലേഡി, അങ്ങനത്തെ കാസ്റ്റ് ഞാൻ കൂടുതലും വേണ്ട ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടോ? അത് ഞാൻ ചെയ്തു. ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞേ പൊന്നമ്മ ചേച്ചി എൻ്റെ പടത്തിൽ നഷ്ടമായിട്ട് അഭിനയിക്കണം എന്നോട്. ഞാൻ പറഞ്ഞ പടം ഏതാ? ധ്യാൻ ശ്രീനിവാസൻ നയനായ പടമാണ്. ഓ ന്യൂജന, ധ്യാൻ ന്യൂജൻ്റെ ആളാണ്. ധ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ അതിനകത്ത് നമ്മൾ കോളനി സബ്ജക്റ്റാണ്. അപ്പോൾ അവിടെ കറുത്ത ആൾക്കാരാണ് എല്ലാവരും. ചേച്ചി കറുപ്പിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ വിഷയമല്ല, ക്യാരക്ടർ നല്ലതായിരിക്കണം, എനിക്ക് മാത്രമേ ഉള്ളൂ. 4 സീനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അത് കറുപ്പിക്കുന്നതിൻ്റെ ഒന്നും ആയില്ലല്ലോ, ഞാൻ കറുപ്പിക്കുന്നതിൻ്റെ ഒന്നും ആയില്ലല്ലോ ഈ 4 സീൻ. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കട്ടെ, ചേച്ചി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സന്ദർഭം നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. ചേച്ചി വന്നതെന്ന് വെച്ചാൽ ചേച്ചി എൻ്റെ പടത്തിൽ ആദ്യം ഉണ്ടാവണം, എനിക്ക് വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടത്തിനകത്ത് പോയിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ഹിറ്റ്ലർ എന്ന് പറഞ്ഞൊരു സീരിയല് സി കേരളത്തിൽ ചെയ്യും. അത് ഹിറ്റാണ്. ഞാൻ 18 വർഷം കൂടി ചെയ്യുന്നൊരു സീരിയലാണ്. ആ കൊറോണ സമയത്ത് കയറി ചെയ്തതാണ്. കാരണം അതെല്ലാം സ്റ്റക്കായല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇരിക്കപ്പുറത്ത്, കാരണം നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടേ ചുമ്മാ ഇരിപ്പ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ സീരിയലെങ്കിൽ സീരിയല് കയറി കൈ കൊടുത്തു അഭിനയിച്ചപ്പോൾ അത് ഭയങ്കര ഹിറ്റായി. ഒരു 800 എപ്പിസോഡ് പോയി. 3 വർഷം പോയി ആ സീരിയൽ. നല്ല സീരിയലായിരുന്നു കേട്ടോ.
എൻ്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു അതിനകത്ത്. അത്യാവശ്യം തമാശയും സെൻറ്റിമെൻസും പവറും ഒക്കെ ഉള്ള നല്ലൊരു അമ്മ കഥാപാത്രമായിരുന്നു. ആ അമ്മ കഥാപാത്രം ചെയ്ത് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിന് വരെ പോയിട്ടുണ്ട്. അതുപോലത്തെ അമ്മയായിരുന്നു. അതുകൊണ്ടാണ് ആ മോട്ടിവേഷൻ എന്നെ വിളിച്ചത്. ആ കോളേജ് സ്കൂളൊക്കെ ഞാൻ പോയിട്ടുണ്ട് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി പിള്ളേരെ. എന്നിട്ട് ഞാൻ ഉടനെ ഞാൻ ഇത് പറഞ്ഞിട്ട് അത് പറയാം. ഞാൻ ഉടനെ ഹിറ്റ്ലറിൻ്റെ ഷൂട്ടിൽ ഇതാതെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ സെറ്റിൽ വന്നപ്പോൾ എന്നെ മേക്കപ്പ് പറഞ്ഞ് ചെയ്തെല്ലാം ചേച്ചി മേക്കപ്പ് ഇതൊക്കെ കഴിക്കണം. അഴിച്ചു നീ എന്ത് വേണേലും നീ എൻ്റെ ഫേസിൽ ചെയ്തെന്ന് പറഞ്ഞു. അവൻ നോക്കിയപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒരു നൈറ്റി തന്നു എനിക്ക്. ഞാൻ നൈറ്റി എല്ലാം മാറി എല്ലാം അഴിച്ചെല്ലാം എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം അഴിച്ചു വെച്ച് ഞാനിരുന്നു. അവൻ്റെ ആ ഉള്ള കരിയെല്ലാം എന്നെ വാരിത്തേച്ച് എൻ്റെ കൈ എന്നെ എവിടെയെല്ലാം വയറ്റ് കാണുന്നു അവിടെയെല്ലാം കരി വാരിത്തേച്ച് എല്ലാം നിന്ന് വലിയൊരു ചുമന്ന പൊട്ടും തന്നു എന്നെ തന്നു. ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ തന്നെയാണോ എന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ ഒരു അഭിനയിക്കാൻ പറ്റുമല്ലേ. ഞാൻ നോക്കുക എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നെ നമ്മൾ അപ്പം ഞാൻ ഓർത്തു ക്യാരക്ടറല്ലേ ചെയ്യണമല്ലോ, നമ്മളെപ്പോഴും ഇങ്ങനെ പൊട്ടും ഗ്ലാമറായിട്ടല്ല ചെയ്യുന്നത്, വെറൈറ്റി മാറി ചെയ്യുക എന്തെങ്കിലും. ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ക്യാരവലിനുള്ളിലുണ്ട്, എനിക്ക് ചേച്ചി ഞാൻ പുറത്ത് നിൽപ്പുണ്ട്, ചേച്ചി ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു. ജസ്റ്റ് പറഞ്ഞാൽ അയാൾ പുറത്തോട്ട് മാറി ഞാൻ ചെന്നിട്ട് ഇയാൾ എന്നെ കണ്ടതും അയാൾ എന്നെ അങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോയി മുന്നോട്ട് വീണ്ടും. അപ്പോൾ ഞാനവിടെ നിന്ന് ഹലോ പ്രസാദേ, അയ്യോ ഇത് ചേച്ചിയായിരുന്നോ? അയ്യോ എനിക്ക് മനസ്സിലായില്ല, ഇതെന്നാ കോലും എൻ്റെ അടുത്ത്. ചേച്ചി ഞാൻ അങ്ങനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് ചേഞ്ച്, മനസ്സിലായോ, ഇതാണ് ചേഞ്ച്. അപ്പം ഞാൻ കുറേ സ്റ്റിൽസ് എടുത്തിട്ട് ഞാനത് എൻ്റെ വേറെ സഹപ്രവർത്തകർ നമ്മളിത് പോസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ ഫാൻസ് നമ്മുടെ ആൾക്കാർ തന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസ് വരുമ്പോൾ അവരെടുത്തോണ്ട് പോകുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ എന്നാ ചെയ്തു, എൻ്റെ ഫോട്ടോസ് ഞാൻ ഈ കറുപ്പിച്ചതും എൻ്റെ ചട്ടയും മുണ്ട് കൊടുത്തത്, സെറ്റും മുണ്ട് കൊടുത്തത്, ഞാൻ സാരി കൊടുത്തത്, അങ്ങനെ മുസ്ലിം ക്യാരക്ടർ ചെയ്ത് അതെല്ലാം കൂടെ ചേർത്തൊരു സംഭവം ഇങ്ങനെ ചെയ്ത് അവൻ്റെ ഫേസ്ബുക്കിൽ അവനിട്ടു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാ റോളുകളും അതിനകത്ത് വന്നു, കറുപ്പിച്ചത് വേഷം വരെ അതിനകത്ത് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ കറുപ്പിക്കില്ല എന്നുള്ള, ഇനി പൊന്നം ചേച്ചിയെ വിളിച്ചാൽ പൊന്നം ചേച്ചിക്ക് ഭയങ്കര കളറാണ്, പൊന്നം ചേച്ചി കറുപ്പിക്കുമോ അല്ല, അതൊരു എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോ കിട്ടുമ്പോൾ ഞാൻ മിക്കവർക്കും ഷെയർ ചെയ്തു ചേച്ചി നന്നായി, ഇനിയൊരു പടം ഡിസ്കഷൻ നടക്കുമ്പോൾ ഇത് നമുക്ക് പറയാമല്ലോ ചേച്ചി ഇങ്ങനെ കറുപ്പിച്ച് ഈ ഒരു ഇതുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആ ഒരു സാധനം അയാൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാനത് എല്ലാവർക്കും ഷെയർ ചെയ്തു. കാരണം നമ്മൾ കറുപ്പിച്ചിട്ടാണേലും നമ്മൾ അഭിനയിക്കുന്നത് ഞാൻ പറയരുത്, നമ്മുടെ കഥാപാത്രത്തിന് ആപ്റ്റാണ്. ഞാനത് ചെയ്താൽ നന്നായിരിക്കും, അത് കുറച്ച് കറുത്ത ഒരു സ്ത്രീയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കറുപ്പിച്ചാൽ നമ്മളത് സിനിമയല്ലേ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല ഗ്ലാമറായി ഇരുന്നുള്ള വേഷം ഒന്നും മാത്രം ഞാൻ ചെയ്യാൻ അതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സീരിയൽ ഞാനിതുപോലെ പറഞ്ഞില്ലേ, നല്ല അമ്മയാണ്. കാരണം മക്കളെയൊക്കെ നല്ലത് പറഞ്ഞും കൊടുത്തുമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു കുടുംബത്തിലുള്ള അമ്മയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ പിന്നെ കോളേജ് വിളിക്കുന്ന എന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് നമ്മുടെ പത്മാവതി അമ്മ വന്നിരിക്കുന്നു. പത്മാവതി അമ്മയാണ് ആ കുടുംബത്തെ നയിക്കുന്നതും അത് ആ മക്കളെ എങ്ങനെയൊക്കെ നോക്കുന്നു. നിങ്ങൾക്ക് 2 വാക്ക്, പിള്ളേരെല്ലാം ഭയങ്കര ക്ലാപ്സായിരുന്നു. ഞാൻ അവരോട് പ്രസംഗത്തിൽ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയാണ് വളർത്തിയത്, അത് കാര്യങ്ങൾ ഞാൻ പിള്ളേർക്ക് ഓരോ എൻ്റെ പറച്ചിലിനും അവർ നന്നായിട്ട് കയ്യടിയായിരുന്നു. കാരണം എൻ്റെ മക്കൾ നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട മക്കളെയൊക്കെ വളർത്തി അവരെയൊക്കെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് അവരൊക്കെ ഇന്ന് അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ അവരൊക്കെ പുറം രാജ്യങ്ങളിൽ അവർ ജീവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കഷ്ടപ്പാട് നമുക്കിതിന് പുറകെയുണ്ട്. അവർ ഏറ്റവും ജോലി മക്കളോട് എല്ലാവരോടും പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക, വിദ്യാഭ്യാസമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സിനിമാ നടിയാകണം, സിനിമാ നടനാകണോ എല്ലാവരുടെ മനസ്സിലാഗ്രഹമുണ്ട്, എല്ലാവരും ആകണമെന്നില്ല. ഇനി അഥവാ ആയില്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് റൂട്ട് മാറി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേ കാര്യം അന്ന് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു. അങ്ങനെ ആ പിള്ളേരുടെ കയ്യടിയും സന്തോഷമൊക്കെ മേടിച്ചെടുത്തു. ഈ സീരിയൽ കൊണ്ട് ഞാൻ ചെയ്ത കാര്യമാണ് പറയണേ. അത് വലിയ പിന്നെ ശരിക്കും സീരിയൽ കണ്ടിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ വിളിക്കാന്ന് പറഞ്ഞാലേ അവർ പറയുന്ന എല്ലാ സീരിയലിനകത്ത് അവർ പറയുന്ന ഇതൊരു നന്മയുടെ ഒരു സീരിയലായിരുന്നു. ആ സീരിയല് കുറച്ചൊക്കെ അതിനകത്ത് ഒരു അമ്മയാണ് ഇഷ്ടപ്പെട്ടത്. അതെനിക്ക് പ്രസാദ് പണിക്കരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ റൈറ്റ് പ്രസാദ് പണിക്കരായിരുന്നു. അത് എഴുതുമ്പോൾ അത് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ ഷറഫായിരുന്നു. അതിൻ്റെ ഡയറക്ടർ സുനിൽ വാസുദേവ് ദേവൂഡ് എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ഡയറക്ടർ. എനിക്കതിന് നന്ദി പ്രത്യേകം പറഞ്ഞ് ഞാൻ പ്രസാദ് പണിക്കരോടാണ് പറയുക. കാരണം
ആ ഡയലോഗ്സൊക്കെ വളരെ നമുക്ക് ഹൃദയം പൊട്ടിപ്പോവും. നമ്മൾ ഇങ്ങനെ നമ്മൾ ആ ഡയലോഗ് പറയുമ്പോൾ അത്ര പോലുള്ള കഥാപാത്രം ഞാൻ സിനിമയിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു സീരിയൽ നല്ല കഥാപാത്രം കിട്ടുമ്പോൾ ഒട്ടനെ നമ്മൾ സീരിയലിലോട്ട് കയറുന്ന ആ കഥാപാത്രം കൊള്ളാമല്ലോ, നമുക്ക് സിനിമ ചെയ്യാൻ പറ്റാത്തതാണല്ലോ, നമുക്കത് അവിടെ തകർക്കാം. നമുക്ക് എവിടെയെങ്കിലും അഭിനയിച്ചാൽ പോരെ. ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ കുട്ടിയില്ല, നമ്മൾ തന്നെ നല്ല റോളാണ്, നമുക്ക് സീരിയലിൽ അഭിനയിക്കാമല്ലോ. സീരിയൽ എപ്പോഴും എനിക്ക് ഒരു വഴികാട്ടിയായിരുന്നു. ആ വഴികാട്ടിയെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആ സീരിയൽ കൊണ്ട് എനിക്ക് എല്ലാം നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ഇനി സീരിയൽ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുമോ, അത് എങ്ങനെയാണ്? അതെൻ്റെ കഥാപാത്രം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമല്ലോ, എനിക്ക് പറ്റുന്ന സൈഡ് ചെയ്യാനോ അതിലൊരാളാകാനോ എനിക്ക് പറ്റത്തില്ല. ഞാൻ നേരിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നതാണെങ്കിൽ കുറേ എന്നതിന് വിളിച്ചായിരുന്നു. ഞാൻ എനിക്കിഷ്ടപ്പെടണം, ആ കഥാപാത്രം ഇഷ്ടപ്പെടണം, നല്ല പ്രൊഡ്യൂസറായിരിക്കണം, നല്ല സെറ്റായിരിക്കണം. നമ്മൾ ഈ അലമ്പുകൾ സെറ്റിലൊക്കെ പോയി കിടന്ന് അവരുമായിട്ട് കിടന്ന് കാഴ്ചയ്ക്കും അതിന് വേണ്ടി അലമ്പുണ്ടാക്കേണ്ട കാര്യമില്ലോ. നമ്മൾ ഫസ്റ്റിലെ എല്ലാ കാര്യം പറഞ്ഞർപ്പിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഞാൻ ജോലിയിൽ അവർക്കറിയാം, ഞാൻ കറക്റ്റ് സമയത്ത് ചെല്ലും, ഇന്ന സമയത്ത് പോകുമെന്ന് പറഞ്ഞാൽ പോകും, ഡബ് ചെയ്യും. ഞാൻ തന്നെ ഡബ് ചെയ്യുന്ന എൻ്റെ പോർഷൻ. സീരിയലിൽ ആരും ഡബ് ചെയ്യുന്നില്ല മിക്കവാറും. എല്ലാവരും ആ ഏരിയ വേറെ ഒരുപാട് ആൾക്കാരെ ഡബ് ചെയ്യുന്നത്, പല അമ്മമാരും. എനിക്ക് അവർ പറയും പൊന്നു ചേച്ചി ചെയ്താൽ ആ ക്യാരക്ടർ നിൽക്കത്തുള്ളൂ, ചേച്ചി തന്നെ ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ വലിയ നോക്കിയായിരുന്നു, കാരണം ഇത്ര എപ്പിസോഡ് പോകാനുള്ളതല്ലേ. പിന്നെ ഞാനും ഓർത്തു, ശരി ഒരു നമ്മളെ വഴി പോകുന്ന ഒരു കഥാപാത്രമല്ലേ, നമുക്ക് തന്നെ ചെയ്യാം. അതൊക്കെ ഞാൻ സ്ട്രെയിൻ എടുത്ത് ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ല ഒരു പിന്നെ ഇത് നല്ല അങ്ങനെ വെക്കുന്നത് മാത്രം നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല.